വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. സാമുവേലിന്റെ 1-ാം പുസ്തകം 31-ാം അധ്യായം. ഫിലിസ്തീയക്കാർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ പൗരന്മാർ ഫിലിസ്തീയക്കാരുടെ മുമ്പിൽ നിന്ന് പലായനം ചെയ്തു. എന്നാൽ അവർ ഗിൽബോവ കുന്നിൽ മരിച്ചു വീണു. ഫിലിസ്തീയക്കാർ സാവൂളിനെയും പുത്രന്മാർക്കും തൊട്ടു പിന്നാലെ ഉണ്ടായിരുന്നു. ഫിലിസ്തീയക്കാർ സാവൂളിന്റെ പുത്രന്മാരായ ജോനാഥനെയും അബിനേദാബിനെയും മൽക്കിഷുവായെയും വധിച്ചു. സാവൂളിന് നേർക്ക് യുദ്ധം കനത്തു. വില്ലാളികളായ അമ്പെയ്ത്തുകാർ അവനെ കണ്ടെത്തി. അമ്പുകളാൽ അവൻ വല്ലാതെ ഞെരിപിരി കൊണ്ടു. സാവൂൾ തന്റെ ആയുധവാഹകരോട് പറഞ്ഞു, ഈ അപരിച്ഛേദിതർ വന്ന് എന്നെ കൊത്തുകയും അപമാനിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വാൾ ഊരി അതുകൊണ്ട് എന്നെ കൊത്തുക. പക്ഷേ ആയുധവാഹകൻ തയ്യാറായില്ല, കാരണം അവന് ഏറെ ഭയമായിരുന്നു. അതിനാൽ സാവൂൾ വാളെടുത്ത് അതിന്മേൽ വീണു. സാവൂൾ മരിക്കുന്നതായി ആയുധവാഹകൻ കണ്ടപ്പോൾ അവനും തന്റെ വാളിന്മേൽ വീണ് അവനോടൊപ്പം മരിച്ചു. അങ്ങനെ അന്ന് സാവൂളും അവന്റെ 3 പുത്രന്മാരും ആയുധവാഹകനും മാത്രമല്ല അവന്റെ ആളുകളെല്ലാവരും ഒന്നിച്ചു മരണമടഞ്ഞു. ഇസ്രായേൽ പൗരന്മാർ പലായനം ചെയ്തെന്നും സാവൂളും പുത്രന്മാരും മരിച്ചെന്നും താഴ്വരയുടെ അപ്പുറത്തും ജോർദാന്റെ അക്കരയും ഉണ്ടായിരുന്ന ഇസ്രായേൽക്കാരായ ആളുകൾ മനസ്സിലാക്കി. അപ്പോൾ അവർ നഗരങ്ങൾ ഉപേക്ഷിച്ച് ഓടിപ്പോയി. ഫിലിസ്തീയക്കാർ വന്ന് അവയിൽ താമസമുറപ്പിച്ചു. പിറ്റേന്നായപ്പോൾ ഫിലിസ്തീയക്കാർ നിഹതരെ കവർച്ച ചെയ്യാൻ വന്നു. അപ്പോൾ ഗിൽബോവ കുന്നിൽ സാവൂളും പുത്രന്മാരും വീണെടുക്കുന്നത് അവർ കണ്ടു. അവർ അവന്റെ തലവെട്ടി ആയുധങ്ങൾ കവർന്ന് അവർ തങ്ങളുടെ വിഗ്രഹങ്ങളുടെ ആലയത്തെയും ജനത്തെയും സദ്വാർത്തയെ അറിയിക്കാൻ ചുറ്റുമുള്ള ഫിലിസ്തീയക്കാരുടെ നാട്ടിൽ ആളയച്ചു. അവന്റെ ആയുധങ്ങൾ അവർ അശ്തോറാത്തിന്റെ ക്ഷേത്രത്തിൽ നിക്ഷേപിച്ചു. അവന്റെ മൃതദേഹം ബെത്ശാൻ ഭിത്തിയിൽ തൂക്കിയിട്ടു. ഫിലിസ്തീയക്കാർ സാവൂളിനോട് ചെയ്തത് യാബേഷ് ഗിലെയാത്തിലെ നിവാസികൾ കേട്ടപ്പോൾ അവർ ഓരോ വീരപുരുഷനും എഴുന്നേറ്റ് രാത്രി മുഴുവൻ സഞ്ചരിച്ച് ബെത്ശാൻ ഭിത്തിയിൽ നിന്ന് സാവൂളിന്റെ മൃതദേഹവും അവന്റെ പുത്രന്മാരുടെ മൃതദേഹവും എടുത്ത് യാബേഷിലേക്ക് കൊണ്ടുവന്നു. അവിടെ അവരെ ദഹിപ്പിച്ചു. പിന്നെ അവരുടെ അസ്ഥികളെടുത്ത് യാബേഷിലെ പിച്ചുല വൃക്ഷത്തിന്റെ ചുവട്ടിൽ സംസ്കരിച്ചു. തുടർന്ന് അവർ 7 ദിവസം ഉപവസിച്ചു. ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായം. പിതാക്കന്മാരുടെ ദൈവമേ, സ്വവചനത്താൽ സർവവും സൃഷ്ടിച്ച കരുണയുടെ കർത്താവേ, അങ്ങയുടെ ജ്ഞാനത്താൽ അങ്ങ് മനുഷ്യന് രൂപം നൽകി. അങ്ങ് ഒഴിവാക്കിയ സൃഷ്ടികളുടെ മേൽ അവൻ യജമാനനാകേണ്ടതിനും ലോകത്തെ വിശുദ്ധിയിലും നീതിയിലും ക്രമപ്പെടുത്തുന്നതിനും ഹൃദയപരമാർത്ഥതയോടെ വിധി നടത്തുന്നതിനും ആയിരുന്നു അത്. അങ്ങയുടെ സിംഹാസനത്തിനരികിൽ ഇരിക്കുന്ന ജ്ഞാനം എനിക്ക് നൽകണമേ. അങ്ങയുടെ ദാസരുടെ ഇടയിൽ എന്നെ തിരസ്കരിക്കരുതേ. എന്തെന്നാൽ ഞാൻ അങ്ങയുടെ ദാസനും അങ്ങയുടെ ദാസിയുടെ പുത്രനും ദുർബലനായ മനുഷ്യനും അല്പായുസ്സും നീതി നിയമങ്ങളിൽ അല്പജ്ഞനും ആണ്. യഥാർത്ഥത്തിൽ മനുഷ്യപുത്രരിൽ ഒരുവൻ പരിപൂർണനെങ്കിലും അങ്ങിൽ നിന്ന് വരുന്ന ജ്ഞാനം അവനില്ലെങ്കിൽ അവൻ ഒന്നുമല്ലാതായി പരിഗണിക്കപ്പെടും. എന്നെ അങ്ങയുടെ ജനത്തിന്റെ രാജാവും അങ്ങയുടെ പുത്രന്മാരുടെയും പുത്രിമാരുടെയും വിധികർത്താവുമായി അങ്ങ് തിരഞ്ഞെടുത്തു. ആരംഭത്തിലെ അങ്ങ് മുൻകൂട്ടി ഒരുക്കിയ വിശുദ്ധ കൂടാരത്തിന്റെ മാതൃകയിൽ അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ഒരു ആലയവും അങ്ങയുടെ ആവാസ നഗരിയിൽ ഒരു ബലിപീഠവും പണിയാൻ അങ്ങ് ആജ്ഞാപിച്ചു. അങ്ങയുടെ പ്രവൃത്തികൾ അറിയുന്ന ജ്ഞാനം അങ്ങയോട് കൂടെയുണ്ട്. അങ്ങ് ലോകത്തെ സൃഷ്ടിച്ചപ്പോഴും അവൾ സന്നിഹിതയായിരുന്നു. അങ്ങയുടെ ദൃഷ്ടികളിൽ പ്രീതികരമായത് അവൾ അറിയുന്നു. അങ്ങയുടെ പ്രമാണങ്ങളിൽ നേരായതും വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അവളെ അയച്ചു തരണമേ. അങ്ങയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് അവളെ അയക്കണമേ. അങ്ങനെ അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. അങ്ങേക്ക് പ്രീതികരമായതെന്നു ഞാൻ മനസ്സിലാക്കട്ടെ. അവൾ സകലതും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതിനാൽ എൻ്റെ പ്രവൃത്തികളിൽ അവൾ എന്നെ ബുദ്ധിപൂർവ്വം നയിക്കുകയും എൻ്റെ മതത്താൽ എന്നെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ എൻ്റെ പ്രവൃത്തികൾ സ്വീകാര്യമാകും. അങ്ങയുടെ ജനത്തെ ഞാൻ നീതിപൂർവ്വം വിധിക്കും. എൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിന് ഞാൻ യോഗ്യനാകും. കാരണം ദൈവത്തിൻ്റെ പദ്ധതി ആർക്കറിയാനാകും? കർത്താവ് എന്തിച്ഛിക്കുന്നുവെന്ന് തിരിച്ചറിയാൻ ആർക്കു കഴിയും? മർത്യരുടെ ആലോചനകൾ നിസാരങ്ങളാണ്. ഞങ്ങളുടെ പദ്ധതികൾ അനിശ്ചിതവും. നശ്വര ശരീരം ആത്മാവിനെ ഭാരപ്പെടുത്തുന്നു. ഈ കളിമൺ കൂടാരം ചിന്താശീലമുള്ള മനസ്സിനെ ഞെരുക്കുന്നു. ക്ലേശത്തോടെയാണ് ഈ ഭൂമിയിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഊഹിക്കുന്നത്. അധ്വാനത്തിലൂടെയാണ് കരങ്ങളിലുള്ളത് പോലും ഞങ്ങൾ മനസ്സിലാക്കുന്നത്. പിന്നെ സ്വർഗത്തിൽ ഉള്ള കാര്യങ്ങൾ ആരാണ് കണ്ടെത്തിയിട്ടുള്ളത്? അങ്ങ് ജ്ഞാനം നൽകുകയും അങ്ങയുടെ
പുരുഷാരൂപിയെ ഉന്നതങ്ങളിൽ നിന്ന് അയക്കുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ അങ്ങയുടെ പദ്ധതി ആര് മനസ്സിലാക്കുമായിരുന്നു? അങ്ങനെ ഭൂമിയിലുള്ളവരുടെ പാതകൾ നേരെയാക്കപ്പെട്ടു. അങ്ങേക്ക് പ്രീതികരമായവയിൽ മനുഷ്യർ അഭ്യസിക്കപ്പെട്ടു. ജ്ഞാനത്താൽ അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി. കാള, ആട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ ചരടുകൊണ്ട് ഒരു ചാട്ടിയുണ്ടാക്കി അവയെല്ലാം, ആടുകളെയും കാളകളെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകൾ വിൽക്കുന്നവരോട് അവൻ പറഞ്ഞു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ഭവനത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്നെഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. യഹൂദർ അവനോട് ചോദിച്ചു, ഇവ ചെയ്യുന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുന്നത്? യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. അപ്പോൾ യഹൂദർ ചോദിച്ചു, ഈ ദേവാലയം പണിയാൻ 46 സംവത്സരം എടുത്തു. വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ? എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ ഇത് പറഞ്ഞുവെന്ന് ഓർക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. പെസഹ തിരുനാളിന് അവൻ ജെറുസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് ഏറെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല, കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനെ പറ്റി ആരുടെയും സാക്ഷ്യം അവൻ ആവശ്യമായിരുന്നില്ല, കാരണം മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ അറിഞ്ഞിരുന്നു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എൻ്റെ ആത്മാവിനാശ്വാസം.